അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന സ്കിറ്റ് അക്കരെ പച്ച. ഈ സ്കിറ്റിനെ പറ്റി ഒരു വാക്ക്. വേൾഡ് എക്യുമെനിക്കൽ ഫെഡറേഷൻസ് ഓഫ് ചർച്ചിന്റെ ഫിലാഡൽഫിയ ഇടവകയിലേക്ക് ഒരു ക്ലർജിയെ ആവശ്യമുണ്ട്. കേരളത്തിലെ പല വാർത്താ മാധ്യമങ്ങളിലും ഓപ്പണിംഗ് പരസ്യം ചെയ്തതനുസരിച്ച് വ്യത്യസ്ത ക്രിസ്തീയ സമുദായങ്ങളിൽ നിന്നും ലഭിച്ച ആയിരക്കണക്കിന് അപേക്ഷകളിൽ നിന്നും യോഗ്യരായ 2 അച്ഛന്മാരെയും ഒരു പാസ്റ്ററെയും സെലക്ഷൻ കമ്മിറ്റി ഇന്റർവ്യൂവിന് ക്ഷണിച്ചു. കേരളത്തിൽ വച്ച് നടക്കുന്ന ആ ഇന്റർവ്യൂ ആണ് ഹാസ്യരൂപത്തിൽ ഇവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരറിയിപ്പ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരോ ഇനി ജനിക്കാൻ പോകുന്നവരുമായോ ചിലപ്പോൾ സാദൃശ്യം കണ്ടേക്കാം. അത് തികച്ചും യാദൃച്ഛികം മാത്രം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നാൽ ദയവായി ക്ഷമിച്ച് ഞങ്ങളോടൊത്ത് സഹകരിക്കുക. സെന്റ് ജോൺസ് മാർത്തോമ യുവജന സഖ്യം അവതരിപ്പിക്കുന്ന സ്കിറ്റ് അക്കരെ കാഴ്ച. എൻജോയ്. ആദ്യത്തെ ആളിനെ വിളിച്ചു, അല്ല പേര് വിളിച്ചു. ആദ്യമായി ഫാദർ സ്നൈഡർമാൻ. സ്പൈഡർമാൻ അല്ല, സ്നൈഡർമാൻ. സ്നൈഡർ. ആ, ഇതാണ് റെസിമി അല്ലേ? ഓക്കെ. ഗുഡ് ഈവനിങ് ഫാദർ സ്നൈഡർമാൻ. അച്ഛന്റെ പേര് ഫയലിൽ ഇങ്ങനെ അല്ലല്ലോ. റെക്കോർഡിൽ കിടക്കുന്ന റവറൻ മത്തായി ഓരാക്കും. അത് മത്തായി എന്നായിരുന്നു എന്റെ പേര്. ഇപ്പൊ ഞാനത് മാറ്റി സ്നൈഡർമാൻ നാക്കം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യമല്ലയോ, ഇതൊക്കെ മാറി പറഞ്ഞാൽ കുറെ സമയം എടുക്കും. പേരിൽ കുഴപ്പമില്ല കേട്ടോ. പേര് അവിടെ പോരാകുമ്പോഴത്തേക്ക് മാറിയാൽ മതി. ഇതില് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതില് കുറെ റെക്കമെൻഡേഷൻ ലെറ്റർ കാണുന്നു. ഒന്ന്, ഒരു തിരുമേനി. തിരുമേനി അല്ല, തിരുമേനി, ഒരു തിരുമേനി. അത് കഴിഞ്ഞ് തിരുമേനി ഡ്രൈവർ. അത് കഴിഞ്ഞ് തിരുമേനിയുടെ കുക്ക്, ഒരു കൗൺസിൽ മെമ്പർ. സാറേ, ആരുടെയെങ്കിലും ഒരു ലെറ്റർ വേണ്ടേ? അതിൽ ഒപ്പിച്ചോട്ട് വന്ന ഇത് നമുക്ക് എങ്ങനെയാലും ഫിലാഡൽഫിയക്ക് പോയാൽ പറ്റുള്ളൂ. അത് നമ്മുടെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ അല്ല, അച്ഛൻ ഇരുന്ന ഇടവകയിലെ ഒരു മനുഷ്യനും അച്ഛനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതെന്താ? ഞാൻ ആകുന്നത് ശ്രമിച്ചു നോക്കി, രക്ഷയില്ല, എനിക്ക് കിട്ടിയില്ല. അച്ഛന് ഈ പൊസിഷനെ പറ്റി അറിയാമല്ലോ. ഇത് ഒരു സമുദായം പ്രത്യേകിച്ച് ഉള്ളതല്ല. മാർത്തോമ, യാക്കോബ, CSI, പെന്തിക്കോസ് എന്നിവർ കൂടി ഒരു എക്യുമെനിക്കൽ ചർച്ചാണിത്. ഈ റോളിലേക്ക് അച്ഛന്റെ കഴിവുകൾ എങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ പൊതുവെ പ്രസംഗിക്കാൻ മിടുക്കരാണ്. ഏത് കൊമ്പനെയും ഞങ്ങൾ വളയ്ക്കും. പ്രത്യേകിച്ച് പൊതുയോഗങ്ങളിൽ ഞങ്ങൾ വളച്ചിരുത്തും. ഓക്കെ, ശരി ശരി ശരി. അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എഴുതി സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. ഇത് കണ്ടു മനസ്സിലായിട്ടുണ്ട്. എല്ലാം അവിടുത്തെ എല്ലാം ഇടവകയുടെ വികാരി അവിടുത്തെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ശരി, അച്ഛനൊരു 3 മിനിറ്റ് സമയം തരാം. ഉദാഹരണത്തിന് അച്ഛൻ ഫിലഡൽഫിയ എന്ന് ന്യൂയോർക്കിൽ ജോണച്ചന്റെ പള്ളിയിലോട്ട് വരിക. ജോണച്ചൻ ക്ഷണിച്ചു. 3 മിനിറ്റ് കൊണ്ട് അവിടുത്തെ വിശ്വാസികളെ ആത്മീയ ഉണവുള്ളവരാക്കാൻ എങ്ങനെ സാധിക്കുന്ന തരത്തിലൊരു പ്രസംഗം ചെയ്യാമോ? ഈ ജോണച്ചന്റെ പള്ളിയില് ജോണച്ചന്റെ പള്ളിയിലോട്ട് അച്ഛന് ഫിലഡൽഫിയ എന്ന് എങ്ങനെയെങ്കിലും വണ്ടി എടുത്ത് അവിടെ വരിക, അവിടെ പ്രസംഗിക്കാൻ പറ്റും. മിനിറ്റേ ഉള്ളെന്ന് ഓർത്തോ. ക്ഷണിച്ച് അച്ഛന് പ്രസംഗം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുമായിരിക്കുമല്ലോ അല്ലേ? അത് അന്നേരത്തെ നാട്ടുകാരുടെ ഇത് ഒക്കെ അനുസരിച്ചിരിക്കും. നമുക്കത് പറയാനും നോക്കത്തില്ല. അപ്പൊ ഞാൻ പ്രസംഗിക്കണം. 3 മിനിറ്റ്. അതെ, തുടങ്ങിക്കോളൂ. 2.5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വാണിംഗ് ബെല്ല് തരും. പിന്നെ 1/2 മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണം. കർത്താവിൽ പ്രിയരെ, ന്യൂയോർക്ക് ഇടവക ജനങ്ങളെ, എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി നമസ്കാരം അറിയിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോണച്ചന്റെ ഇടവകയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്.
എനിക്ക് ഒത്തിരി പറയുവാനുണ്ട്. ഉടുമ്പൻചോലയിൽ പള്ളിയിൽ വികാരിയായിരിക്കെ എന്നെ ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി. അന്ന് വിശന്ന് വന്ന എനിക്ക് കൊച്ചമ്മ ഉദ്ഘാടനത്തിന് മുന്നേ ഉണ്ടാക്കി തന്ന മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്റെ വാക്കിന്റെ മുമ്പിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. അച്ഛന് ഓർമ്മയുണ്ടായിരിക്കും, മൂത്ത മകൻ ജോസഫ് ക്രിക്കറ്റ് കളിക്കണമെന്ന് പറഞ്ഞപ്പോഴ് മുറ്റത്ത് നിന്ന് കപ്പത്തണ്ട് അടിച്ച് ഞാൻ അവിടെ നാട്ടി വെച്ച് മോന്റെ കൂടെ ക്രിക്കറ്റ് കളിച്ചതും പയ്യൻ എറിഞ്ഞെന്റെ നെറ്റിക്ക് ആ ബോള് വലുപ്പത്തിലുണ്ടായിരുന്നു 1 മാസത്തേക്ക്. ഇതൊക്കെ അച്ഛൻ ഓർക്കുന്നുണ്ടായിരിക്കും. സമയായോ? ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇനി 1/2 മിനിറ്റ് കൂടെ ഉള്ള ബാക്കി. ബഹുമാനപ്പെട്ട ഇടവക ജനങ്ങളെ, ഭക്തരെ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു കഴിഞ്ഞാല് നമ്മുടെ സഭയ്ക്ക് നല്ലതാണ്. നിങ്ങള് മാനസാന്തരപ്പെട്ടാല് നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ നന്നായാല് സഭയ്ക്കും എനിക്കും കൊള്ളാം. എനിക്ക് കുറച്ചുകൂടെ പറയുവാനുണ്ടായിരുന്നു. 3 മിനിറ്റ് സമയായി എല്ലാം പറഞ്ഞു മതി. അച്ഛാ, ഈ 3 മിനിറ്റിലെ ഈ 2.5 മിനിറ്റ് ഈ ക്ഷണിച്ച ജോണച്ചനെ പറ്റി അല്ലാതെ ഒന്നില്ല പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? ഒരു പാലവിട് കാണുന്ന പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അച്ഛൻ ചെയ്തു. പാലമാണ് പ്രശ്നം. പാലമാണ് അതിന്റെ ഇഷ്യൂ. അപ്പം എന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് ഞങ്ങളെ പുറകാല സെലക്ഷൻ കിട്ടുമോ? പുറകാല ഞങ്ങൾ വിവരങ്ങളൊക്കെ അങ്ങ് അറിയിക്കാം. എടുത്തിട്ടേക്കാം. ഇവിടെ എല്ലാം ഇതിലുണ്ട്. അപ്പൊ അടുത്ത ആളെ നമുക്ക് വിളിക്കാം. അടുത്ത ആളെ വിളിച്ച അടുത്ത ആളെ നമുക്കിത് നമ്മുടെ പാസ്റ്ററിന്റെ കേട്ടോ. പാസ്റ്റർ പോൾ വേലായുധൻ. പുള്ളി ഇത് മതം മാറി വന്നു. ഇതൊക്കെയാണല്ലോ പണികൾ. ഇവിടെ എന്നെ കേക്കട്ടെ. പാസ്റ്റർ പോൾ വേലായുധൻ, പാസ്റ്റർ ഉപദേശി ഫിലഡൽഫിയ എക്യുമെനിക്കൽ ചർച്ചിലേക്കാണ് ഇന്റർവ്യൂ. കേട്ടാ ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചാണ് സഹോദര. ഉപദേശിയുടെ ബയോഡേറ്റ കണ്ടു. വളരെ ക്വാളിഫൈഡ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ വളരെ ക്വാളിഫൈഡ് ആയിട്ടാണ് തോന്നുന്നത്. ഉപദേശി ഈ റോള് തന്നാൽ എങ്ങനെ വിശ്വാസികളെ ആത്മീയമായി ഒന്ന് പരിപോഷിപ്പിക്കാൻ സാധിക്കും? എന്തെങ്കിലും കഴിവുകളൊന്ന് കാണിക്കാൻ പറ്റുമോ? പ്രത്യേക കഴിവുകൾ എന്ന് പറയാൻ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ സഭയില് പ്രാർത്ഥനയിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ധാരാളം ആളുകളെ എൻ്റെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ട് ഈ റോളും എനിക്ക് ചെയ്യാൻ കഴിയും എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിൽ ഇപ്പോൾ ധാരാളം അമേരിക്കക്കാരും ജർമ്മനിയിലൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഒരു ചാൻസും ഇല്ല എന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ ഒരു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പത്രത്തിലൂടെ എക്യുമെനിക്കൽ എന്ന് പറയുന്ന സമുദായ സംഘടനകൾ ചേർന്നിട്ടുള്ള ഈ സംഘടനയിൽ ഒരു ചാൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. എങ്ങനെ ആയാലും എനിക്ക് അക്കരെ കടക്കണം. ഏതായാലും അത് കൊള്ളാമല്ലോ. നേരിട്ടൊന്ന് ഈ അത്ഭുതങ്ങൾ പോലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഉദാഹരണത്തിന് അത്ഭുതങ്ങൾ കാണിക്കാൻ ഒരുപാട് കഴിവുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. അതായിരിക്കും ചോദിച്ചത്. അത്ഭുത സിദ്ധികള് ഒരു എക്സാമ്പിൾ പറയും. എന്തെങ്കിലും 5 അപ്പം കൊണ്ട് 5000 പേരെ പിന്നെ ഭൂതങ്ങളെ പുറത്താക്കിയ അതുപോലെ കാനാവിലെ കല്യാണത്തിൽ ഇതിലേതെങ്കിലും ഒരു അത്ഭുതം, ഏതെങ്കിലും അത്ഭുതം എന്റെ സഹോദര, ബൈബിളില് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് 2000 വർഷങ്ങൾക്ക് മുമ്പ് പച്ചവെള്ളം വീഞ്ഞാക്കി. എന്റെ സഹോദരന് വേണ്ടി
ഞാൻ ഈ ഇന്റർവ്യൂല് അവതരിപ്പിക്കുകയാണ്. ഞാൻ ഈ അത്ഭുതം, ഈ വരം നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുക. എങ്ങനെയെങ്കിലും എനിക്ക് അക്കരെ കടന്നേ പറ്റും. എന്തു വന്നാലും ഈ സിദ്ധി നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ആമേൻ. വെള്ളം ഇരിക്കുന്നു, ഒന്ന് കാണിച്ചു. വെള്ളം ഇരിക്കുന്നുണ്ടോ? ഒന്ന് കാണിച്ചു. ചിത്തി കാണാമല്ലോ, ഒന്ന് എല്ലാരും നോക്കിക്കാണോ ഇപ്പൊ ചിത്തി കാണിക്കുന്നതാണ്. സഹോദര, ഇതിൽ വെള്ളമുണ്ട്. ഇത് പച്ചവെള്ളം തന്നെയാണല്ലോ. ഇത് ഞാൻ കർത്താവിന്റെ നാമത്തില ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയാണ്. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ഗ്ലാസ്സിലുള്ള പച്ചവെള്ളം, കർത്താവേ, കർത്താവേ, ഈ ഗ്ലാസ്സിലെ പച്ചവെള്ളം വീഞ്ഞായി മാറുവാൻ തക്ക ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് കുടിക്കുന്നത് വിശ്വാസമുള്ള വിശ്വാസികൾക്ക് ഇത് വീഞ്ഞായി ഭവിക്കണം. അല്ലാത്തവർക്ക് പിശാചിന്റെ മക്കളാണ്, പിശാചിന്റെ മക്കളാണ്. ഇത് വീഞ്ഞായി മാറിയില്ലെങ്കിൽ അത് കുടിക്കുന്നവൻ പിശാചിന്റെ മക്കളായി മാറും. സഹോദരാ, ഒന്ന് കുടിച്ചു നോക്കൂ. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കുടിച്ചു നോക്കൂ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഇത് കുടിക്കുന്ന വിശ്വാസികൾക്ക് അത് വീഞ്ഞായിട്ടും മറ്റുള്ളവർക്ക് പിശാചിന്റെ മക്കളായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ മക്കളായി തീരുമല്ലെങ്കിൽ ഹല്ലേലൂയ. എങ്ങനെയുണ്ടോ സഹോദരാ? ഭയങ്കര അത്ഭുതം തന്നെ. എന്താണ് സംഭവിച്ചത്? ഭയങ്കര ഭയങ്കര ഇത് വീഞ്ഞാനല്ലേ? ഇത് വീഞ്ഞായി മാറിയിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് സെലക്ഷൻ കിട്ടുമോ സഹോദരാ? ഇച്ചിരി ഇന്റർവ്യൂ ഉണ്ട്, 2-3 പേരുണ്ട്. 1-2 പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് രാത്രി എല്ലാം ഒന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ കത്തയക്കാം. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കത്തയക്കാം. റവറൻഡ് ഫാദർ കുര്യാക്കോസ്, അച്ഛൻ നിലയ്ക്കൽ പള്ളിയുടെ കേട്ടിട്ടുണ്ട്. നിലയ്ക്കൽ പള്ളി പുള്ളിയുടെ തോളെ കൂടെ കാര്യമൊക്കെ അറിയാം. പോരട്ടെ. ഇപ്പൊ എനിക്ക് സമയമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. നോക്കട്ടെ, ഇത് വേറെ കളറാണല്ലോ. നോക്കട്ടെ, ഇത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. സിമിയെല്ലാം ഉണ്ടല്ലേ? ഇരുന്നാട്ടെ. സമയം പോയത് കൊണ്ട് ഞാൻ അച്ഛനെ ഈ വേക്കൻസിയെ പറ്റി എല്ലാം അറിയാമല്ലോ. ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? വേക്കൻസിയെ പറ്റി ഒന്നും അറിയത്തില്ല. അച്ഛന് ഈ ജോലിക്ക് എന്തുകൊണ്ട് യോഗ്യനാണ്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അച്ഛൻ എന്തുകൊണ്ട് യോഗ്യനാണെന്നുള്ളതൊന്ന്, എന്തെങ്കിലും പ്രത്യേകതകൾ അച്ഛന് മറ്റുള്ളവരിൽ നിന്നും പ്രത്യേകതകളുണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അച്ഛന്? പ്രത്യേകിച്ച് നിലയ്ക്കൽ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. നിലയ്ക്കൽ പള്ളിയിൽ സ്ഥാപിച്ചതിൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉൾപ്പെടുന്ന സമുദായം പാട്ടിലൊക്കെയാണ് കൂടുതൽ താല്പര്യമുള്ളവര്. പാട്ടൊക്കെ നല്ലത്. അച്ഛൻ ഈ പള്ളിപ്പാട്ടല്ലാതെ മറ്റ് വല്ല പാട്ടുകളൊക്കെ അറിയാമോ? നമ്മളെ പാട്ടുകള്, സിനിമാ പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും പാട്ടറിയാമോ? ഗായകന്റെ പാട്ടൊക്കെ ഉണ്ട്. അച്ഛൻ ഒത്തിരി പാടി, നാടുകാരെ ഒത്തിരി പാടി കേൾപ്പിച്ചിട്ടുണ്ടെന്നുള്ളോ? പള്ളിപ്പാട്ടല്ലാതെ എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ സെലക്ഷന്റെ കാര്യമല്ലേ, ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പാടാം. പാടിക്കാം. കാക്കേ കാക്കേ കൂടെ വീടേ കൂട്ടിനക കുഞ്ഞുണ്ടോ. സെലക്ഷൻ അച്ഛാ, ഇത് ഈ പാട്ട് ഇവിടെ ശരിയാകുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിന് ശ്രുതിയില്ല, ഒന്നും അതിന് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛൻ ഒരു കാര്യം ചെയ്തു, ഇവിടെ അമേരിക്ക പോകേണ്ടതാണ്. ഇത് ഡൈനാമിക് രീതിയിലുള്ള ഇച്ചിരി സ്പീഡ് വേണം. ഇങ്ങനെയുണ്ടല്ലോ, ശ്രുതി വേണം. ഇതിപ്പോ എല്ലാ അച്ഛന്മാരും പാടുന്നതല്ലേ? സംഗതി അങ്ങോട്ട് പൊങ്ങി വരട്ടെ. സംഗതി ഉള്ള ഒരു പാട്ട് അല്പം കൂടെ നിങ്ങൾക്ക് സ്പീഡുള്ള അമേരിക്കയൊക്കെ ആയതുകൊണ്ടല്ലേ. കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞു കിടന്നു കരഞ്ഞിടും.
അയ്യോ കാക്കേ പറ്റിച്ചു. മതിയോ? ഞാൻ ഉദ്ദേശിച്ച ഒരു ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളൊരു അച്ഛനാണെന്ന് ഓർമ്മ, അച്ഛനാണ് നമ്മളുണ്ടല്ലോ, ഒരു അച്ഛൻ. അപ്പൊ ഇച്ചിരി ഒരു അനുതാപമൊക്കെ നമ്മൾ വേണം, ഒരു ഇച്ചിരി അനുതാപം, ഒരു ശകലം സ്പീഡും വേണമെന്ന ഒരു ശകലം ഉണ്ടല്ലോ. അനുതാപമുള്ളൊരു പാട്ടാണ്. അനുതാപം കീർത്തനങ്ങൾ കേട്ടിട്ടില്ല? അനുതാപം. കാക്കേ കാക്കേ കൂടെ വിടെ കുടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റി കുഞ്ഞു എനിക്ക് സെലക്ഷൻ കിട്ടിയോ? ഇന്റർവ്യൂ നടക്കുന്നല്ലോ. അച്ഛനോട് ചോദിക്കട്ടെ, അച്ഛന് നല്ല കഴിവുകളുണ്ടെന്നാണ് ഇത് മുഴുവൻ വനംപ്രദേശത്തൊക്കെ ഇരുന്നോണ്ട് നല്ല കഴിവായിട്ട് അതിനെ കാണുന്നത്. അച്ഛന്റെ കഴിവിന്റെ പരമാവധി എടുത്തൊരു പാട്ട് പാടുക. അച്ഛന് ഉണ്ടല്ലോ ഒരു കഴിവ്, സ്ട്രോങ് ആയിട്ട് നോക്കട്ടെ. അച്ഛന് ഓൾമോസ്റ്റ് അടുത്ത് വന്നിരിക്കുക, ഓൾമോസ്റ്റ് അടുത്ത്. എന്റെ ജന്മനാ ഉള്ള കഴിവുകൾ കാണിക്കാം. അത് പാസ്സായ എനിക്ക് സെലക്ഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഈ കുപ്പാൻ ആഗ്രഹത്തെ ഞങ്ങൾ മാനിക്കുന്നു. അങ്ങനെ പരസ്യമാണ് ഊരാറില്ല. നല്ല കഴിവല്ലേ? അല്ല, അച്ഛന്റെ സ്വാഭാവികമായി അച്ഛന് ഈ ജനനം അതുപോലൊക്കെ ഉണ്ടല്ലോ, ഒരു ജനറ്റിക് കഴിവ്. എന്റെ ജന്മനാവുള്ള കഴിവ് നിങ്ങൾ കാണണം അല്ലേ? അതൊന്നും കാണണം. മിടുക്കരാ. ഒരു കാര്യം ഓർത്തോണം, വലിയ ക്രിസ്ത്യാനികളാകുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നല്ലോ, നിലക്കെ പള്ളി കേട്ടിട്ടുണ്ടോ? 24 മണിക്കൂറിനകം കുരിശും വെച്ച് പള്ളിയും പണിത മനസ്സിലായോ? അന്ന് കത്തിയും കുത്തിപ്പെടുത്ത് വെട്ടാനേ കുര്യാക്കോസ്തനുള്ളായിരുന്നു, പുറത്തിപ്പോഴും പാടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സത്യസന്ധമായിട്ട് ചെയ്തില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ അറിയും. കേട്ടല്ലോ? എന്തോ നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം, പക്ഷേ എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കാം. ഇത് പ്രശ്നമാണല്ലോ. എന്താ പ്രശ്നമാണ്? നിങ്ങൾ പറ, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അച്ഛന്റെ കഴിവുകളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പാട്ട് പാടിക്കല്ല. ആ പാട്ടൊന്നും അച്ഛനൊന്ന് പാടിയാൽ ജന്മവാസനയുള്ള പാട്ടാണ്. എനിക്ക് സെലക്ഷൻ കിട്ടണം അല്ലേ? സെലക്ഷൻ കിട്ടണമെങ്കിൽ ജന്മവാസന. കുട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞു കിടന്ന് കരഞ്ഞിടും, കുഞ്ഞു അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. വളരെ വളരെ ഞങ്ങൾക്ക് വളരെ മനസ്സിലായി. ഞങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ്റെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങൾ അറിയിക്കാം. ഇല്ല, ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ കുപ്പായം ഊരും. കുപ്പായ ഊരുണ്ട്. ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് ഒരു ഒറ്റ ഇതൊക്കെ കുപ്പായ ഊരുന്നത് ഒരിക്കലും. കുപ്പായ ഇട്ടോ അത് ഞാൻ പറയാം. അത് പിന്നെ അച്ഛനെ കുപ്പായ ഇട്ടോ ഞങ്ങളിപ്പോ റിസൾട്ട് അറിയിക്കും. കുപ്പായുണ്ട് അച്ഛൻ കുപ്പായ ഊരുണ്ട്. കുപ്പായ കഴിഞ്ഞാൽ ഞങ്ങൾ റിസൾട്ട് പറയാൻ ഞങ്ങൾ പേടിയുണ്ട്. അതുകൊണ്ടാണ്. സ്നേഹിതരെ, ഫിലഡൽഫിയ എക്യുമെനിക്കൽ ചർച്ചിന്റെ ക്ലർജി സെലക്ഷൻ ആണല്ലോ ഇവിടെ നടന്നത്. ജഡ്ജസിന്റെ ആരോഗ്യത്തിനും
സഭയുടെ വളർച്ചയ്ക്കും ഫാദർ കുര്യാക്കോസിനെ ഞങ്ങൾ ഐകകണ്ഠേന തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ട് അറിയിച്ചിരിക്കുന്നു. ഒരു റിക്വസ്റ്റ് മാത്രം അച്ഛനോട്, ദയവായി അച്ഛൻ ഇനി പരസ്യമായി കുപ്പായം ഊരില്ല എന്ന് ഞങ്ങൾ